ചെറുത്താത്തയ്ക്ക് മാത്രമുള്ള വീഡിയോ ആണ്. ചെറുത്താത്ത സത്യമാണ്. കസ്റ്റംസ് എന്റെ പെട്ടിയെല്ലാം പിടിച്ചെടുത്ത് ചെറുത്താത്ത. എനിക്ക് ഭയങ്കര സങ്കടമാണ് ചെറുത്താത്ത. കാരണം എന്നാന്നറിയോ, ആ പെട്ടിക്കകത്ത് നിറച്ച് ഡൈപ്പറായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ എന്തായാലും എന്റെ ചേച്ചി ഡെലിവറിക്ക് പോയപ്പോ ഞാൻ ചേട്ടനെ അടിച്ചോണ്ടൊന്നും പോയിട്ടില്ല മോളെ. ചെറുത്താത്തയ്ക്ക് മാത്രമുള്ള റിപ്ലൈ ആണ്. ചെറുത്താത്തയ്ക്ക് നന്നായിട്ട് ചെറുത്താത്ത ഞാൻ വീണ്ടും ശല്യം ചെയ്യാൻ വേണ്ടി വന്നതാണ്. വേറൊന്നല്ല, ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ കല്യാണം കഴിച്ചു. ആദ്യത്തെ കല്യാണം കഴിച്ചു എന്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ കല്യാണം കഴിച്ചാണ്. പള്ളിയിൽ കെട്ടിയതാണ്. സോ കെട്ടിയത് മീൻസ് പെന്തക്കോസ്ത് കല്യാണമാണ്. അതുകൊണ്ട് എന്റെ കഴുത്തെ താലി കെട്ടിയിട്ടില്ല. സ്വിച്ചയുടെ മാത്രമേ താലി കെട്ടിയിട്ടുള്ളൂ. സത്യമാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എനിക്കും ആ ബന്ധം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ബന്ധം ഉപേക്ഷിച്ചു. സോ എന്താ പറയാ, അതിനുശേഷം എന്താ പറയാ, അദ്ദേഹം എന്നെയും കുറ്റം പറഞ്ഞിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നത്. അതിനുശേഷം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. സൂചിച്ചേട്ടന്റെ വീട്ടുകാർക്കും അറിയാം, സൂചിച്ചേട്ടനും അറിയാം, മോനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം ഞാൻ രണ്ടാമത് സൂചിച്ചേട്ടനെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചു. അദ്ദേഹം മരിച്ചപ്പോ ഞാൻ വിധവയായി. ഇപ്പൊ ഞാൻ ഇതുവരെ വേറെ ആരെയും കെട്ടില്ല. ഇവിടെ ചേർത്താത്ത നീ എങ്ങനെ അടി വിധവയായി? നീ ആദ്യം ഒരു തമിഴ്നാട്ടിലെ ഒരു മനുഷ്യനെ കല്യാണം കഴിച്ചു, രണ്ടാമതൊരു ബംഗ്ലാദേശ് ഷൗക്കത്തിനെ കല്യാണം കഴിച്ചു, മൂന്നാമത് മലയാളി വിനീതിനെ നീ കല്യാണം കഴിച്ചു. ഇവര് 3 പേര് ജീവനോട് ഇരിപ്പുണ്ടല്ലോ. പിന്നെ നീ എങ്ങനെ അടി വിധവ? എന്റെ വ്യൂ പോയിന്റ് ഡിഫറെന്റ് ആണ്, എന്റെ ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്. സോ ഓൾ ടോട്ടൽ ഞാൻ ഡിഫറെന്റ് ആയി ചിന്തിക്കുന്ന, ഡിഫറെന്റ് ആയി പറയാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ പല വിഷയങ്ങളിലും ഇടപെടുമ്പോൾ ഒരുപാട് അതങ്ങ് ഉള്ളിലേക്ക് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെനിക്ക് കണ്ടന്റ് മാത്രമല്ല, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. അത് ഞാൻ മുമ്പ് സായിയുടെ അടുത്ത് വഴക്കിട്ടപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ്. ഇപ്പൊ എന്റെ മകന് ജോലിയുണ്ട്, വരുമാനമുണ്ട്, എനിക്ക് ചുമ്മാ ഇരുന്നാൽ മതി. എനിക്ക് എന്റെ ഇത്രയും സ്ട്രഗിൾ എടുക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇപ്പോഴില്ല. പ്രസന്റ്ലി എന്റെ ഫിനാൻഷ്യൽ കണ്ടീഷനും അങ്ങനെയല്ല. ബട്ട് സ്റ്റിൽ ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞില്ല, അത്രയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. അപ്പൊ എന്താണ് ഈ രേഷ്മയിൽ ഞാൻ കണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഈ പറയുന്ന രീതിയിൽ വിധവകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർ കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് ഒരുപാട് വിധവകൾക്ക് ഒപ്പോസിഷൻ ഉണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, ഞാനും വിധവയാണ്. എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരുപാട് വിവാഹ ബന്ധങ്ങളെ കുറിച്ച് കുറെ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഞാൻ വിവാഹം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണ്. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രപ്പോസലുകൾ കൊണ്ടുവരിക. ഇനി എനിക്ക് അങ്ങനെ ഒരു ഭർത്താവ് നിലനിൽപ്പുണ്ടെങ്കിൽ ഒന്ന് കൂട്ടിയിട്ട് വന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഒറ്റ കാര്യം, ആള് പൂർണ്ണമായും തെളിവ് വെച്ച് ഞാൻ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചിട്ട് പറ്റിച്ചു എന്നോ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ നിന്ന് പൈസ വാങ്ങിയിട്ട് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നോ എവിഡൻസ് ഉൾപ്പെടെ വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ അങ്ങനെയാണ്. മുസ്ലിങ്ങൾക്ക് 1, 2, 3, 4 ഒക്കെ കെട്ടാം, കുഴപ്പമില്ല. ഇനി അതിന്റെ ഇതൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയൂ. തീർച്ചയായിട്ടും ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. പിന്നെ ഞാനിപ്പം എന്റെ ഭർത്താവ് മരിച്ചിട്ട് 3, 4 വർഷമൊന്നുമല്ല, 10-16 വർഷമായി അദ്ദേഹം മരിച്ചിട്ട്. ഇത്രയും കാലമൊക്കെ ഞാൻ തനിച്ചല്ലേ നിൽക്കുന്നത്. അപ്പം ഇനിയിപ്പോ എനിക്ക് വിവാഹമൊക്കെ കഴിക്കാം, പ്രണയങ്ങളാകാം. അതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീക്ക് സംഭവിക്കേണ്ട കാരണങ്ങളാണ്. ഇവിടെ സംഭവിക്കാത്തത് എന്താണെന്നുള്ള ടെൻഷനാണ് ഇവിടെ ഉള്ളവർക്ക്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആളുകളെ കിട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഫോർവേഡ് ചെയ്യുക, കൊണ്ടുവരിക. വളരെ സന്തോഷത്തോടുകൂടി ഞാനത് ഏറ്റെടുക്കാം. പിന്നെ എന്താ പറയണേ, അവിടെ എന്താ തൊഴിലാണ് എന്നൊക്കെ പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഒരു ബാറിൽ ഉദ്ഘാടനത്തിന് പോവുകയോ ബാറിൽ പോയി ഡാൻസ് കളിക്കുകയോ ഞാൻ മാജിക് മൊമെന്റ് അടിക്കുകയോ എന്ന് പബ്ലിക്കിൽ പറയുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അത് ചെയ്യേണ്ടി വരും. സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്തു വെച്ചിട്ട് ഉടുപ്പൂരി കാണിക്കുന്നില്ല, അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യാറില്ല. അപ്പൊ എനിക്ക് അത് ഉറപ്പിച്ച കാര്യമാണ്. ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പം ഒരു ഈ പോയ കാലത്ത് ഇനി ഒരു വിവാഹം അയാൾക്ക് ഞാനൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കേണ്ട ഒരു ഗതികേടൊന്നും എനിക്കില്ല എന്നുള്ളത് സ്വാഭാവികം. അപ്പം ഈ ആ വിഷയത്തിന്